Good morning, sir. Yes, Aishwarya, good morning. Good morning, sir. Okay, good morning, Shusha. Good morning, sir. Okay, Needu, good morning. Okay, Sadira. Okay, Shusha, good morning. Let us start. Yes. Okay, Aishwarya, let us start. Okay. Okay, Shusha. Very good. Let us start. So, we were discussing different tension കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ടെൻഷനിലോട്ട് പോകാം. ഓക്കെ, അടുത്തൊരു ടെൻഷനിലേക്ക് പോകുന്നതിന് മുമ്പ് മുഫീദ is not responding. Srilakshmi. Yes, sir. Good morning, sir. Good morning. How are you? How are you, Srilakshmi? I'm fine, sir. Okay. One more question. അവിടെ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോ? റേഞ്ചിന്റെ ഇല്ല സാർ, മോൻ എന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുന്നു. ഫോൺ പോയി. യെസ്. ഓക്കെ. എന്നാ പോട്ടെ, കുഴപ്പമില്ല. റെഡി. യെസ്, നീതു അനിൽകുമാർ. Yes, sir. Okay. How are you, Needu? I am fine, sir. Very good. What is your favorite book? Needu? Yes, sir. What is your favorite book? എന്താണ് നീതുവിന്റെ ഫേവറേറ്റ് ആയ ബുക്ക്? ഏതെങ്കിലും എപ്പോഴെങ്കിലും വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഓർമ്മയിൽ വരികയാണെങ്കിൽ മൈ ഫേവറേറ്റ് ബുക്ക് ഈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കിന്റെ പേരും അത് എഴുതിയ ആളുടെ പേരും പറയാമോ? സാർ, ഞാൻ ആ പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടില്ല. ബട്ട് ഒരു ജയ്മോഹന്റെ പുസ്തകമാണ്. നെയിം ഓഫ് ദ ബുക്ക്? സാർ, പുള്ളിയുടെ ഒരു ആത്മകഥയായിരുന്നു വായിച്ചേ. പക്ഷെ ബുക്കിന്റെ പേര് ഞാൻ Okay, no problem. Okay, അപ്പൊ then English, I forgot the name of the book. ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത്. Are you married? No, sir. No. Yes or no? No. Okay. Okay. Okay, very good. Okay. What is your favorite sports? What Football. is your favorite football? Who is your favorite player in football? Football is your favorite game? നമ്മൾ വേൾഡ് കപ്പ് ഒക്കെ കണ്ടപ്പോ എവിടെയെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും Sir, are you hear me? ശരി, പോട്ടെ. No problem. Which is your favorite country in football? പല രാജ്യങ്ങൾ തമ്മിൽ കളിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട രാജ്യം, ഫുട്ബോളില് നമുക്ക് ഇഷ്ടപ്പെട്ട രാജ്യം? ഓക്കെ. കേൾക്കാം.
ഇടക്ക് വിട്ടുപോകുന്നുണ്ടല്ലോ നീതു. sir, ചേർത്ത് പിടിച്ചോളൂ. ഓക്കെ 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 പറയൂ, ഓർക്ക പറയൂ. അർജന്റീന. yes, sir. യെസ്. ഓക്കെ ഓക്കെ Football ഓക്കെ is ഓക്കെ. my അതെ, favorite നീതുവിന്റെ sport. അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ കേൾക്കുന്നില്ല. ഓക്കെ നീതു, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, കൃഷ്ണ അജീഷ്. കൃഷ്ണ അജീഷ്. യെസ്. ഓക്കെ 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 നീതു, നോ പ്രോബ്ലം. കൃഷ്ണ അജീഷ്. TBCH. TBCH. ആരെന്താ റിയാക്ട് ചെയ്യത്? യെസ്. വിസ്മയ വാസുദേവൻ. വിസ്മയ വാസുദേവൻ. ഓക്കെ ഓക്കെ. നീതു പറയുന്നു ഫുട്ബോൾ ഈസ് മൈ ഫേവറേറ്റ് സ്പോർട്സ് ഗെയിം. ഓക്കെ നീതു, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. സജിത. മേരി സ്റ്റെല്ല മിരാൻഡ. Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ. Good ഞാൻ morning, വിചാരിച്ചു മേരി സ്റ്റെല്ല. Hello, sir. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പൊ നീതു പറയും. ഓക്കെ, മേരി സ്റ്റെല്ല ലൈനിൽ നിന്നോളൂട്ട്. ഒരു മിനിറ്റ്. ലയണൽ മെസ്സിയാണ് നീതുവിന്റെ പ്രിയപ്പെട്ട കളിക്കാരെന്ന് പറയുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. മേരി സ്റ്റെല്ല, ഹൗ ആർ യു? I am fine, sir. വെരി ഗുഡ്. Thank വേർ you. ആർ യു ഫ്രം? Ernakulam. എറണാകുളം. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. ഡു യു ലൈക്ക് ഷോപ്പിംഗ്? I like I like. Okay okay okay. What is your favorite animal? animal dog. Dog. Have you any pet? No, no. No. Oh, very good very good. Okay okay. What is your favorite dessert? Dessert എന്ന് പറഞ്ഞാൽ പലഹാരം കേട്ടോ. What is your favorite? Jalebi. Yes, what is ജിലേബി? കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞായിരുന്നത് ജിലേബിയാണെന്ന്. No, no. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ, വെരി വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഡു യു നോ ടു റൈഡ് എ ബൈക്ക്? I don't know. You don't know. Okay okay okay. Do you like art? ART, art? Art. No, sir. No, you don't like art. You know such a taste. Okay 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 okay. What is your favorite holiday? Deepavali, Christmas. Christmas. And what is your favorite holiday? Christmas. Christmas. Why did you like Christmas as your favorite? Why did you select Christmas as your favorite holiday? Favorite? Question, please, sir. Okay okay. Why you select Christmas as your favorite holiday? Jesus' birthdays. Oh, as it is was the birthday of Jesus, so you like that. Okay okay Like. okay, very good very good. Can you draw the picture? Can you draw picture? Light picture draw. Light. Okay okay okay. What is your favorite drink? Drink tea. Tea. Tea is your favorite drink. Can you sing? Question, please, sir. Can you sing? SING, sing. പാട്ട് പാടാൻ അറിയാമോ? No, sir. No. Very good very good very good. Do you like to exercise? Yes, sir. Yes. Okay okay. Which is your favorite TV show? Which is your favorite TV? ഒരു Okay, ചിരി okay. ഇരിച്ചിരി ബമ്പർ ചിരി. What is it? ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി. Oh, ഒരു ചിരി ഇരിചിരി ബമ്പർ ചിരി. That is your favorite TV show. Okay okay okay. Very good very good. Okay. മെരിസ്റ്റല്ല, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ചോദിച്ചതിനൊക്കെ നിങ്ങൾക്ക് അത് പറയാനായിട്ട് ടെൻഡൻസി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഓക്കെ, വെരി ഗുഡ് വെരി. ഞാൻ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴേ നിങ്ങൾ മാറി നിൽക്കരുത്. മാറി നിൽക്കാണ്ട് പറയാം. പറഞ്ഞത് തെറ്റായിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് പറ്റാത്തതോ പറയാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ചോദിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ അത്
വരിക എന്നുള്ളത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. യു ക്യാൻ ഡിസൈഡ് ഇറ്റ്. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു വിഷയം ഞാൻ പറയുന്നു. ആ വിഷയം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇംഗ്ലീഷിൽ പറയും. എന്താ പറയണ ഐശ്വര്യ? നമുക്ക് തുടങ്ങിയാലോ? ശുഷ? സാർ തുടങ്ങാം. ഓക്കെ. നീതു ഓക്കെ. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ ഐശ്വര്യയോട് ചോദിക്കുകയാണ്. ഐശ്വര്യയോടാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ ഐശ്വര്യ? ഗുഡ് മോർണിംഗ് സർ. യെസ്. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളൊക്കെ മറിഞ്ഞ് കിടന്നിട്ട് നമ്മുടെ കൂടെ വരെയൊക്കെ എത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ധാരാളം വിഷയമുണ്ട്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റുന്ന വിഷയം, അതായത് ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നു, അതിനുശേഷം ഒരു പോയിന്റ് എങ്കിലും നിങ്ങൾ പറയുന്നു. ഒന്ന് കൂടുതൽ പറഞ്ഞാലും കുഴപ്പമില്ല, ഒരു പോയിന്റ് എങ്കിലും നിങ്ങൾ പറയുന്നു. ഇംഗ്ലീഷിൽ നിന്ന് പറയണമെന്ന് മാത്രമേ എനിക്ക് കണ്ടീഷൻ. പറയുന്ന തെറ്റുകൊണ്ടോട്ടെ യാതൊരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറയുന്നത് 2 ടൈപ്പുള്ള വിവാഹങ്ങളുണ്ട്. വൺ ഈസ് ലവ് മാരേജ്, നെക്സ്റ്റ് ഈസ് അറേഞ്ച്ഡ് മാരേജ്. അത് രണ്ടും എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, വിച്ച് വൺ യു പ്രിഫർ? ഇതില് ഏത് വിവാഹത്തോടാണ് നിങ്ങൾ യോജിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള വിവാഹമാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാരണമെങ്കിലും പറയണം. ബിക്കോസ് എന്താണ് കാരണം എന്ന് ഒരു ഇംഗ്ലീഷിൽ പറയുന്നത്. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഇനി ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ പറയാൻ പറ്റുമോ? അത് പറഞ്ഞു. അടുത്ത ദിവസം വേറെ വിഷയം നമുക്ക് എടുക്കാം. അപ്പോ ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ പറയാൻ പറ്റുമോ? അത് പറഞ്ഞു. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പറയണം, ഐ പ്രിഫർ ലവ് മാരേജ് ബിക്കോസ് ഞാൻ ലവ് മാരേജ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് കാരണം. നിങ്ങൾ അതിന് 1-2 കാരണങ്ങൾ പറയാം. ദ റീസൺസ് ബിയോണ്ട് കണക്റ്റഡ് വിത്ത് ഇറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എല്ലാവരും നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആ കടലാസിൽ പറയാൻ പറ്റുന്ന 1-2 പോയിന്റ് ഇത് കുറിച്ച് വെക്കും. പറയാം. അപ്പൊ ഐശ്വര്യമായിട്ട് തുടങ്ങി വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും പേടിക്കണ്ട. യുവർ വ്യൂ, ഐ വാണ്ട് യുവർ ആൻസർ ടു ബി ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ഈ ഒരു വിഷയമാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേറെ പുതിയ വാക്കുകളൊന്നും ഇന്റർനാഷണൽ പ്രശ്നങ്ങളൊന്നുമല്ല. നമുക്ക് ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തില്, തൊട്ടടുത്ത ഭവനത്തില്, ബന്ധുക്കളുടെ ഇടയില് നമ്മൾ കണ്ടിട്ടുള്ള സംഗതി തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ. അപ്പൊ അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ ചില ആൾക്കാർ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയും. അപ്പൊ എന്ത് പറയും? ഞാനിത് ഐശ്വര്യൊക്കെ ആലോചിക്കാനുള്ള സമയം തരുന്നുണ്ട്. ചില ആളുകൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയും, അതും നല്ലതാണ് ഇതും നല്ലതാണ്. ആയിക്കോട്ടെ, എങ്കിലും തമ്മിൽ ഭേദം ഭിന്നതാണ് എന്റെ അഭിപ്രായത്തിൽ. ഇത് പറഞ്ഞൊരു അഭിപ്രായത്തോട്ട് വരിക. ഓക്കെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പേപ്പറിൽ നിങ്ങൾ എഴുതുന്നു, ഒരു പോയിന്റ് എങ്കിലും എഴുതുന്നു ഇംഗ്ലീഷിൽ. ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ റീസൺ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നു. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് പറയാം. when there is an arranged marriage, there is a bond between 2 families. 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്, 2 വ്യക്തികൾ തമ്മിലാണ്. പക്ഷേ in addition to that there is a bond between 2 families also. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഐ പ്രിഫർ arranged marriage. Yes. Aishwarya, are you ready? റെഡി സാർ. ഓക്കെ. അപ്പൊ അടുത്ത ആള് ഞാൻ പറയാൻ വേണ്ടി നിൽക്കണ്ടേ? നിങ്ങൾ തന്നെ എഴുതിയിട്ടത് മെസ്സേജ് നെക്സ്റ്റ് ഞാൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടേക്കാം. അപ്പൊ ഞാൻ അതനുസരിച്ച് വിളിച്ചോളാം. എല്ലാവരും പറയണം, മാറി നിൽക്കരുത്. നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും. ഓക്കെ. ഗുണം ചെയ്തത് നിങ്ങൾ പറഞ്ഞ് പഠിക്കണം. ഇംഗ്ലീഷ് ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാണ്ട് നമ്മൾ റെഡിയാവില്ല. പറയുക തന്നെ വേണം. പറയാതെ എന്നിട്ട് നമുക്ക് കാര്യമില്ല. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് കേട്ട് പഠിക്കുക. ഇത് നമ്മൾ പറയുന്നു. ഓക്കെ. നിങ്ങൾ അതൊരു ചലഞ്ചായിട്ട് എടുക്കുക. യെസ്. ഓക്കെ. ശരി, ആരംഭിച്ചോളൂ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഐ വിൽ പ്രിഫർ മിക്സ് ഓഫ് ഇറ്റ്. യെസ്. ഓക്കെ. മിക്സ് ആണ്. ഓക്കെ, പറഞ്ഞോളൂ. വെരി ഗുഡ്. റീസൺ? Because parents a main dream is daughter's marriage. Yes. But also
that point is I choose arranged marriage. Yes. The I other choose way, arranged marriage. Okay. Yeah, yes. the another opinion is prefer love marriages. Yeah. I only live that life. Yes, okay. That's the reason for I prefer my favorite person I choose. Yes. In this decision, Yeah. I will disappointed for my parents, and Yes. also I will happy in my life. Yes. Okay. Very good. Okay. Uh, ഐശ്വര്യ പറഞ്ഞതൊക്കെ കറക്റ്റ് പോയിന്റുകളുണ്ട്. വെരി ഗുഡ്. നന്ദി പറയുന്നില്ല ഐശ്വര്യ. പറഞ്ഞോ. ഐശ്വര്യ മനസ്സിൽ കുറെ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു. ഓക്കെ, കണ്ടിന്യൂ. otherwise, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, പറഞ്ഞോളൂ. പോയിന്റ്സ് ഒന്നും മഞ്ഞില്ല പെട്ടെന്ന്. ഓക്കെ. ഐശ്വര്യ ഒന്നുകൂടി ആലോചിച്ചോളൂ സമയം. കാരണം ഐശ്വര്യക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല. ഐശ്വര്യയിൽ ആദ്യം പറഞ്ഞു, അപ്പൊ ആലോചിക്കാൻ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ. ഐശ്വര്യക്ക് ഒരു ചാൻസ് കൂടി തരാം. ഐശ്വര്യ കൂടി ആലോചിച്ചു. ഓക്കെ ഐശ്വര്യ, ഹൗവർ യുവർ പ്രസന്റേഷൻ ദാറ്റ് വാസ് വെരി ഗുഡ്. നന്നായിരുന്നു. ഓക്കെ. വെരി ഗുഡ്. ഐശ്വര്യ മനസ്സിൽ ചിന്തിക്കുന്ന ആളാണ്, ഐശ്വര്യ മനസ്സിലായി. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, ശുഷ, എന്റെ അടുത്ത് വൃന്ദ ഇതേ മെസ്സേജ് വായിച്ചിട്ടോ? ഓക്കെ വൃന്ദ, വെരി ഗുഡ്. ശുഷ കേക്കെ. Good morning, sir. Good morning. What is your opinion about these two types? I prefer arranged marriage. Okay, reason. Parents choose your life partner based on family compatibility and values. Any other reason? Family plays a central role ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാല് if any problems arises, there will be two families to solve the problem. Yes. Okay. പിന്നെ യെസ്, അത്രയൊക്കെ വന്നിട്ടുള്ളല്ലേ? ഒന്നുകൂടി ആലോചിച്ചോ, വീണ്ടും എന്തെങ്കിലും പോയിന്റുകൾ വരും നോക്കാം. അപ്പൊ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞപ്പോ ബാക്കിയുള്ള ഒരു ചെറിയ പോയിന്റുകളൊക്കെ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയാനായിട്ട് തീർച്ചയായിട്ടും നീതുവിന് കാണുമെന്ന് എനിക്കറിയാം. നീതു, പറഞ്ഞോളൂ. നീതു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നീതു? യെസ്, നീതു is not responding. അപ്പൊ ഇപ്പൊ വൃന്ദ വി ആർ. Sir, I am ready. ഓക്കെ. ഐ അപ്രീഷിയേറ്റ് റൂബി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂബിനെ ഞാൻ വിളിക്കാതെ തന്നെ റൂബി ഐ ആം റെഡി, എനിക്കും ചിലത് പറയാം. ഐ ഹാവ് സംതിങ് ടു സേ. ഐ അപ്രീഷിയേറ്റ് യുവർ മൈൻഡ്. ഓക്കെ. വെരി ഗുഡ്. റൂബി, കണ്ടിന്യൂ. I choose arranged marriage because arranged marriage is luck. Arranged marriage is luck. Okay. It's a lottery. Yes. Arranged marriage build more relations. Yes. Create a new relationship. Can understand new people, their culture. Yes. Let's know if it's arranged marriage luck. Okay. That's Yes. all. പറഞ്ഞോളൂ. ബാലൻസ് പറഞ്ഞോളൂ. കണ്ടിന്യൂ. അത്രേ ഉള്ളൂ. Yes. അപ്പോ റൂബി റൂബിയുടെ പോയിന്റ് കേട്ടല്ലോ. ആരും പറയാത്തൊരു പോയി അറേഞ്ച്ഡ് മാരേജ് ദാറ്റ് ഇസ് എ ലക്ക്. വി ഷുഡ് ഹാവ് നമുക്കറിയില്ല നമുക്ക് ഒരു ബെറ്റർ പാർട്ണർ ആണോ ഇല്ലയോ എന്ന കാര്യം നമുക്കറിയില്ല. ഇറ്റ് ഇസ് എ ലക്ക് ഇൻ പ്രിൻസിപ്പിൾ.
ഒരു ലക്കാണ് എന്നുകൂടി പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 പേരും പറഞ്ഞത് ലേഡീസാണ്. ഇനി നമുക്ക് ആർക്കെങ്കിലും ആൺകുട്ടികൾ, മാർട്ടിൻ MV. Yes, good morning. Oh yes, good morning. Okay, നീതു പറയണോട്ടോ? Okay. Martin, പറഞ്ഞോളൂ. What is your opinion about these 2 type of marriages? If any problem arises after the marriage, parents and relatives will help to solve the problem. Okay. Taking decision together is better than taking decision alone. Oh, very good. Yes. Okay, very good. Yes. That's all. Hello. Okay. What type of marriage you prefer? Arranged marriage. I like arranged marriage. Arranged marriage. Martin prefers only arranged marriage. Okay. ഇനി ഒരു വിവേക് ഉണ്ടായിരുന്നല്ലോ. വിവേക്. ഓക്കെ. അടുത്തൊരാളെ നീതു പറഞ്ഞോളൂ. നീതു. യെസ്. ഓക്കെ. ഞാൻ റെഡി എന്ന് പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞതുപോലെ വരാവുന്നതാണ്. ഐ ആം റെഡി എന്ന് പറഞ്ഞ്. ഓക്കെ. സാജിദ പറയുന്നു. ഷാജിദ has got something to say. Okay, Shajida. Sir, I'm not prepared. This. No problem. I am decided arranged marriage and love marriage. Arranged marriage and love marriage. ഉദ്ദേശിച്ചത് my marriage is arranged, but Yes. arranged 6-month engagement after 6-month marriage. Yes. This gap is love Yes. marriage. ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഉണ്ട്. ലവ് മാരേജ് വിത്ത് ദ കൺസെന്റ് ഓഫ് ദി പാരന്റ്സ് എന്നാണോ സജിത ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. ഐ തോട്ട് ദാറ്റ്. സജിത പറഞ്ഞത് ആഫ്റ്റർ എൻഗേജ്മെന്റ് യു സ്റ്റാർട്ടഡ് ടു ലവ്. എൻഗേജ്മെന്റ് that means arranged marriage with love marriage effect. Okay. Very good. Very good. Okay. Yes. Parents are included this marriage. Yes. Any problems solved, parents this life. Yes. I mean, it's the duty of the parents to solve any problems. Okay. Continue. Functions. Any functions are coming. The parents and families enjoy these functions. Okay. Love marriage ആണെങ്കിൽ അത് ഉണ്ടാവാൻ സാധ്യത കുറച്ച് കുറവാണ്. Yes, sir. Yes. When if there is any function, 2 families will join together. Okay. I like this arranged marriage. Okay. Very good, Sajida. Love marriage, okay, but love and arranged marriage, okay. Okay. Very good. Okay, ആണ് ഓരോരുത്തരും അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് അഭിപ്രായം പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വിഷയം തന്നെ മറ്റു വിഷയങ്ങൾ വ്യത്യസ്തമായിട്ട് ഈ വിഷയം തന്നെ ഞാൻ പറയാനുള്ള കാരണം, ഇനിയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അങ്ങനെ പറയാം. ഓക്കെ, ഇനി അടുത്ത് പറയുന്ന ആരാണ്? ശ്രീലക്ഷ്മി. Yes, sir. Okay. What is your opinion about these 2 type of marriages? Sir, I prefer arranged marriage. Yes. Can you give the reasons to support your view? Because of if we have any problem, family will support. Yes. Okay. In case of hospital case vannalum, any problem. Yes. Okay. If any problems, the 2 families will support us. Okay. And they value the tradition, culture, everything. Okay. Then I like arranged marriage. Okay. Then I like arranged marriage. Okay. Arranged marriage.
അപ്പൊ സുഷ പറയുന്നു അറേഞ്ച്ഡ് മാരേജ് ഗേൾ ഈസ് പ്രൊട്ടക്റ്റഡ് ആസ് പാരന്റ്സ് കെയർ. ഓക്കെ സുഷ? യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മുഷീന മജീദ്. Yes, sir. What is your opinion about that? I like arranged marriage because Give the reasons, support your view. parent choosing is good for us all. Yes. Will be satisfied. Yes. There will be success throughout life. Yes. Can adapt. Okay. Okay. Okay, okay, very good, very good. Parents select it is for the success of the children. But കുട്ടികളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും വിജയം കൊണ്ട് ഉറപ്പിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവര് മോശമായിട്ടുള്ളതൊന്നും സെലക്ട് ചെയ്യില്ല. അല്ല, കൺസിഡറിങ് എവറി ആസ്പെക്ട്സ് ഓഫ് ദി ലൈഫ്. അത് കഴിഞ്ഞതിന് ശേഷം അതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മുഷീന. ഓക്കെ, വളരെ ചിന്തിച്ചാണ് പറഞ്ഞത്. ഓക്കെ 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 വെരി ഗുഡ്. ഇനി മേരി സ്റ്റെല്ല. മേരി സ്റ്റെല്ലയിൽ നിന്ന് ഞാൻ വളരെ കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഓക്കെ. Arranged marriages Okay, what is the reason? always has blessing of the parents. Always have the blessing of the parents. Oh, very good. Okay. When a crisis come in the parents, Yes. the help. Yes. If any problems comes, the parents will help. Okay. Family problems can be avoided to some extent. Okay. ഒഴിവാക്കാം. Yes. Yes, sir. Okay, പറഞ്ഞോളൂ. കണ്ടിന്യൂ. പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് മേരിസ്റ്റെല്ല. ഇത്ര ഉള്ളു സാർ. ഇനി വെരി ഗുഡ് വെരി ഗുഡ് മേരിസ്റ്റെല്ല. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. കൃഷ്ണ അജീഷ്. കൃഷ്ണ അജീഷ്. യെസ്. കൃഷ്ണ അജീഷ്. ജയശ്രീ ടി വി. നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും ഐഡിയ. പറയാനായിട്ടൊരു മടി കൊണ്ടാണ്. ഓക്കെ ഓക്കെ. ആതിര ആനന്ദ്. സജിത. സർ ഞാൻ പറഞ്ഞായിരുന്നു. സജിത പറഞ്ഞതാണ്. ഓക്കെ 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 ഓക്കെ. സോറി. സാദിര. ഓക്കെ. അടുത്ത ആള് നൈഷാന. യെസ്. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ നിലവിലൊരു 18 പേര് കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു 17 പേരുണ്ട്. നിങ്ങളതൊന്നും റിയാക്ട് ചെയ്തില്ല. ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുള്ള ആരാളെ ഞാൻ പറയാമെന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്നത്? യെസ്. ജയശ്രീ. യെസ്. നോബഡി ഈസ് റെസ്പോണ്ടിങ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഈ വിഷയത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടോ അല്ല, മറിച്ച് നിങ്ങൾക്കതൊന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അങ്ങനെ പറയാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പ്രവണത കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇംഗ്ലീഷിലല്ലേ പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഡൻസിയും ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഒരു വിഷയം എടുത്ത് ആദ്യം പറഞ്ഞത്. നമുക്ക് അടുത്ത വേറെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മറുപടി പറയണം. പങ്കെടുക്കാതെ മാറി നിൽക്കരുത്. തെറ്റിക്കോട്ടെ, പറയുന്നതിന് മിസ്റ്റേക്ക് വന്നോട്ടെ, ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. അതൊരു വിഷയമേ ആക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ പറയാനായിട്ട് ചിന്തിക്കാനായിട്ട് ഒരുപാട് സമയം കിട്ടും.
ആലോചിച്ച് കൃത്യമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് മറുപടി പറയാം. ഒരാൾ പറയുമ്പോൾ അടുത്ത ആൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം ആ പോയിന്റ് വെച്ചിട്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആലോചിക്കാനായിട്ടുള്ള സമയം പോലും കിട്ടില്ല കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ വേണ്ടി. യെസ്, അപ്പൊ ഞാൻ അങ്ങനെ ഒരു കാര്യം ചോദിക്കാം. ആരോടാ ചോദിക്കാം? വൃന്ദാവിയ. Yes, sir. How are you? Yes, sir. I'm fine. Good. Fine. Okay. ചോദിക്കട്ടെ ഒരു ചോദ്യം. വൃന്ദ പറ്റാൻ മറുപടി പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. എന്ത് പറ്റി? പേടിച്ചിട്ടാണോ? ഇല്ല, ഐ എം റെഡി ആണ് സാർ, ഞാൻ പറയാം. ഇല്ല. ഓക്കെ. അപ്പൊ വൃന്ദ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ വൃന്ദയോട് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ എന്താ കട്ടാക്കല് ലൈനിൽ കിട്ടും. ഓക്കെ. വേറെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ സാർ. ഓക്കെ. ടെൻഷൻ അടിക്കണ്ട, റിലാക്സ് ചെയ്യും, മൈൻഡ് ഒക്കെ ഫ്രീ ആണ്. ഓക്കെ, റിലാക്സ്. ഓക്കെ, റെഡി? അല്ലെങ്കിൽ വേണ്ട, വൃന്ദ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ആദ്യം പറഞ്ഞോ, ശേഷം നമുക്ക് ചോദിക്കാം അല്ലേ? യെസ്. ഓക്കെ സാർ. എന്നാ വൃന്ദ പറയാനുള്ള പറഞ്ഞോ മറ്റേ വിഷയത്തെ കുറിച്ച്. ഓക്കെ. Okay, sir. Both marriage have their own merits and demerits, and in my Very point good. of view, I prefer arranged marriage because Yes. arranged marriage have the approval and support of both families, and which can lead to a stronger sense of community and social bonding. And Very good. talking about the relationship benefits, the partners have to learn and appreciate each other's value, benefits, and personalities. And Yes. talking about the family benefits, we have a greater support from the both families, which can be Yes. beneficial in times of need. Yes. And at last, every marriage has their own uniqueness, and not all marriages will have these benefits. Yes. Okay, That's Vrinda. all, sir. Okay, very good. നല്ല ഇംഗ്ലീഷ് ആയിരുന്നു. ഓക്കെ, ബെനിഫിഷ്യറി നല്ല വാക്കുകളൊക്കെ വൃന്ദ ഉപയോഗിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ. വെരി ഗുഡ്. യെസ്. Thanks, sir. നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കൊള്ളാം എന്ന് തോന്നിയ എത്ര പേരുണ്ട്? ഞാനത് പറഞ്ഞല്ലോ, 2 വാക്കെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എന്ന് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ ഒരു മതിപ്പ് തോന്നിയ എത്ര പേരുണ്ട്? ഓക്കെ, ശരിയാ. വെരി ഗുഡ്. ഓക്കെ, മേരി സ്റ്റെല്ലൊക്കെ തോന്നി, വൃന്ദക്ക് തോന്നി. ഓക്കെ. വെരി ഗുഡ്. മതി, ഒരാളെങ്കിലും ഉണ്ടായാൽ മതി. സജിതക്ക് തോന്നി, റൂബിക്ക് തോന്നി. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നപ്പോ നിങ്ങൾ ചിന്തിക്കണം, എനിക്കും പറ്റും എന്നൊരു ചിന്ത വേണ്ട നിങ്ങൾ മനസ്സിലായി. ഏത്? ഇതൊക്കെയല്ലേ, ഇത് ഞാനും പറയും. അപ്പൊ ഈ വിഷയമായപ്പോ നിങ്ങളത് പറഞ്ഞു. അടുത്തത് നമ്മൾ സീരിയലുമായി ബന്ധപ്പെട്ട് ഓക്കെ ശിക്ഷ ബന്ധപ്പെട്ടൊരു വിഷയം പറയും. ഞാൻ ആദ്യം അത് പറയാതിരുന്നത് ഇതാവുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വിഷയത്തിലോട്ട് ആദ്യം പറയാതിരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പറയുന്നതിൽ തെറ്റോ ശരിയോ ആ വശത്തേക്ക് നിങ്ങൾ മൈൻഡ് ചെയ്യല്ല, പറയാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ്. ഓക്കെ. അപ്പൊ വൃന്ദ, Yes, sir. Okay. Very good. Your performance was marvelous. Very good. Okay. Very good. Yes. Thank you, sir. Okay, welcome. Surumi Abbas. സുറുമി വൈകാനം വന്നെന്ന് തോന്നുന്നു. ചിലപ്പോ ഈ വിഷയങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പൊ ശിവഷ, യെസ്. അപ്പൊ നോക്കിയാൽ ഷീ ഈസ് നോട്ട് റെസ്പോണ്ടിങ്. മേരി സ്റ്റെല്ല, വിളിച്ചാൽ കിട്ടുന്ന ആളെ വിളിക്കാം അല്ലേ? മേരി സ്റ്റെല്ല. ഓക്കെ. ഞാൻ സിമ്പിളായ ചോദ്യം ചോദിക്കുകയാണ്. സിമ്പിളായ ചോദ്യം. ഞാൻ പറയുന്ന കോൺടെസ്റ്റിൽ ലോജിക്കൽ ആലോചിക്കണം. ചോദ്യം ചോദിക്കുന്നത് മേരി സ്റ്റെല്ലയോടാണെങ്കിലും ഉത്തരം എല്ലാവർക്കും പറയാം. ഞാനിപ്പോ പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനൊക്കെ സമയം കിട്ടി.
പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആലോചിക്കാൻ സമയം കിട്ടില്ല. ആലോചിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപ് ഞാൻ ബുക്ക് പറയേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ഈ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചോദിക്കും. മേരി സ്റ്റെല്ലയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, മേരി സ്റ്റെല്ല അവിടെ ചെന്നു. അപ്പൊ കൂട്ടുകാരി അവിടെ ഇല്ല. അപ്പൊ കൂട്ടുകാരിയുടെ അമ്മ പറഞ്ഞു, മകളെ ഇവിടെ ഇരിക്കെ, അവളിപ്പോ വരും എന്ന് പറഞ്ഞിട്ട് മേരി സ്റ്റെല്ല ആ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്നിട്ട് മുറിയിൽ ഇരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ വീട്ടിലെ അമ്മയുണ്ട്. അമ്മ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഒന്ന് പുറത്തേക്ക് പോയി. അപ്പോ അങ്ങനെ ആ വീട്ടില് മേരി സ്റ്റെല്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മുറിയിലേക്ക് ആ കൂട്ടുകാരിയുടെ സഹോദരൻ കയറി വരികയാണ്. ആ സഹോദരൻ വരുന്നത് പരിപൂർണ നഗ്നനായിട്ടാണ്. ഇത് എനിക്കൊരു 26 വയസ്സുള്ളപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തപ്പോ എന്നോട് ചോദിച്ച ചോദ്യം. യെസ്, ചോദ്യം ഞാൻ ഇതിന്റെ ഉത്തരം പറയാൻ കിട്ടുന്നത് 10-15 സെക്കൻഡാണ്. അതിനോട് ഉത്തരം പറയണം. അപ്പൊ ഞാനിപ്പോ മേരി സ്റ്റെല്ല ആയതുകൊണ്ടും മേരി സ്റ്റെല്ല നല്ല കുട്ടി ആയതുകൊണ്ട് ഞാൻ മേരി സ്റ്റെല്ലക്ക് വേണമെങ്കിൽ ഞാൻ 2-3 ആൾട്ടർനേറ്റീവ് മുന്നിലേക്ക് അതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആലോചിക്കാനും പറയാനും കുറെ സമയം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇത് ഒട്ടും സമയം കിട്ടില്ല. ഇത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു വിൽ ഡു, നിങ്ങൾ എന്ത് ചെയ്യും? മേരി സ്റ്റെല്ല ഇരിക്കുന്ന ഒരു മുറിയിലായതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാം, എന്നിട്ട് പറയാം ഇത് ശരിയല്ല എന്ന് പറയാം, വേണമെങ്കിൽ ഉപദേശിക്കാം, വേണമെങ്കിൽ ചെയ്തിട്ടത് നോക്കിയിട്ട് ഒരു പൊട്ടിക്കാം, അല്ലെങ്കിൽ മേരി സ്റ്റെല്ലൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോകാം, ഒന്നുമില്ലെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വാട്ട് യു വിൽ ഡു? ഇറങ്ങിപ്പോകാൻ നോക്കും. ഓക്കെ, മേരി സ്റ്റെല്ലയുടെ ആൻസർ പറഞ്ഞു. ഓക്കെ, ഇനി ബാക്കിയുള്ള ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് പ്രതികരിക്കാം, റിയാക്ട് ചെയ്യാം. ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായം പറയാം. ഇത് ശ്രീലക്ഷ്മിക്ക് പറയാം, ഐശ്വര്യക്ക് പറയാം. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. മാറ്റിനെ ആലോചിക്കുമ്പോ മാറ്റി ചിന്തിക്കണം. മാറ്റിന്റെ മുറിയിലേക്ക് വന്നത് അവിടുത്തെ സഹോദരിയാന്ന് വിചാരിക്കുക, എന്നിട്ട് ആൻസർ പറയും. യെസ്, അപ്പൊ ശുഷ പറയുന്നു അയ്യ. അപ്പൊ ഇവിടെ ഉണ്ടായില്ല ശുഷ, കേട്ടില്ലേ? ശുഷയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെല്ലുന്നു. കൂട്ടുകാരി അവിടെ ഇല്ല. കൂട്ടുകാരുടെ മുറിയിൽ ശുഷ ഇരിക്കുന്നു. ഒറ്റയ്ക്കാണ് ആ വീട്ടില്, വേറെ ആരുമില്ല എന്ന് വിചാരിച്ചു. ആ സമയത്ത് കൂട്ടുകാരിക്ക് പകരം കൂട്ടുകാരുടെ സഹോദരൻ ശുഷ ഇരുന്ന മുറിയിലോട്ട് കയറി വരുന്നു. ആ വരുന്ന സഹോദരൻ പരിപൂർണ നഗ്നനായിട്ടാണ് വരുന്നത്. ശുഷ എന്ത് ചെയ്യും? ഇതാണ് ചോദ്യം. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ? ഇതാണ് ചോദ്യം. ഞാൻ അവിടെ പറഞ്ഞു കേട്ടത് ഇന്റർവ്യൂവിൽ ചോദിച്ച ക്വസ്റ്റ്യൻ അത്. ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മൈസൂരായിരുന്നു ഇന്റർവ്യൂ. പോകുന്ന സമയത്ത് ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ചെറിയ പയ്യനായതുകൊണ്ട് അവർ ചോദിച്ചു എവിടെ പോകുന്നത് ഇന്ത്യയിൽ. അപ്പോ അതിൻ്റെ അകത്ത് FACT കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് ഈ ചോദ്യം ചോദിച്ചു. അന്നേരം എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. അത് ഇതേ ചോദ്യം തന്നെ ഇന്റർവ്യൂ ബോർഡിൽ ചോദിച്ചു. കാരണം അവര് FACTയുടെ ട്രെയിനിങ്ങിന് ആരെടുക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. അതുകൊണ്ട് അവർക്ക് ഈ ചോദ്യം പറയാൻ വേണ്ടി എന്നോട് അവർ ചോദിച്ചു. അത് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ എന്ത് മറുപടി പറയും? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര സംഗതിയാണെന്ന്. സബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കാൻ ആൾക്കാർ അവിടെ ഉണ്ടാവും. ആ സബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കുന്നത് കൂടാതെ തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മളെ കുറിച്ചുള്ള തീരുമാനമെടുക്കാനൊക്കെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോ മേരി സ്റ്റെല്ലയുടെ മറുപടി പറഞ്ഞു. വേറെ ആരും മറുപടി പറഞ്ഞു? ഐശ്വര്യ, ഐശ്വര്യ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾ ചോദ്യം മുഴുവൻ കേട്ടതാണല്ലോ. വാട്ട് യു വിൽ ഡു? ഐശ്വര്യക്ക് ഒരു പറ്റുന്ന ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, സജിത. ഫ്രണ്ടിനെ കാണണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോ. ശിഷ എന്താ പറഞ്ഞത്? കാണണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങി പുറത്തേക്കും. ഓക്കെ, ശിഷ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു, മേരി സ്റ്റെല്ല ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു. സജിത പറഞ്ഞു. സജിത എന്തോ പറയാൻ പോയില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഈ രീതിയിൽ വന്നു എന്നുള്ളത് ചോദിക്കും.
എന്ത് Very good. കാരണം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കും. ഓക്കെ, സജിത പറയുന്നു, അങ്ങനെ ചോദിക്കുന്നു പറയും. ഓക്കെ, ഐശ്വര്യ മറുപടി പറഞ്ഞില്ല. Sir, first I will fade my face and ഞാൻ ആദ്യം തന്നെ എന്റെ മുഖം പൊത്തും, അത് കഴിഞ്ഞ ശേഷം ഐ വിൽ കം ഔട്ട് ഓഫ് ദ റൂം. ഇതാണ് ഉദ്ദേശിച്ചത് ഐശ്വര്യ? അല്ല, ഉപദേശിക്കും. ഐശ്വര്യ ഫസ്റ്റ് ഫേസ് ഹെർ ഫേസ് ആൻഡ് ഗിവ് ആൻ അഡ്വൈസ്, ഒരു ഉപദേശം കൊടുക്കും. കൂട്ടുകാരിയുടെ സഹോദരനാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരു ഉപദേശം കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഇനി ആർക്ക് ഞാൻ നോക്കട്ടെ, മുഷീന പറയൂ. അപ്പൊ ശുഷ പറയുന്നത് മെന്റൽ പ്രോബ്ലം ഒരിക്കലും അയാൾക്ക് എന്നാണ് പറയുന്നത്. മുഷീന, നിങ്ങൾ ആ റിയൽ സിറ്റുവേഷൻ ചിന്തിക്കും. നമ്മൾ ആ സിറ്റുവേഷനിൽ നിൽക്കാതെ നമ്മൾ വെറുതെ ചിന്തിച്ചാൽ പോരാ, റിയൽ ആയിട്ട് നമ്മൾ അതിനൊന്ന് ചിന്തിക്കും. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ? ഇതാണ് ചോദ്യം. I will leave that room. I will leave the room. Okay, okay, okay. Mushina പറഞ്ഞു I will leave the room. Okay. Ruby, Shadus, what do you will do? First eyes closed. Then Eyes. yes. Then advice. I will ask what is the purpose. Okay, okay. What is the purpose? നേരത്തെ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വന്നതെന്ന് സജിത പറഞ്ഞു ചോദിക്കും. അതുപോലെ തന്നെ വാട്ട് ഈസ് യുവർ പർപ്പസ്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കും, അല്ലേ? ഇനി ഞാൻ ആരോടെങ്കിലും എടുത്ത് ചോദിക്കുന്നു. ഓക്കെ ഓക്കെ, എനിത്തിങ് മോർ Ruby? Yes, after I will go out the advice. Okay, after that I will go out of the room. Okay, 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 okay. ഇനി ആർക്കെങ്കിലും, ഞാൻ ഇനി ആരോടും എടുത്ത് പറയുന്നില്ല, ഇന്നയാളെടുത്ത് പറയുന്നില്ല. ഇനി ആർക്കെങ്കിലും? യെസ്. പക്ഷെ ഇതിന്റെ കറക്റ്റ് ആൻസർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താണ് സാർ എന്ന് ചോദിക്കും. അങ്ങനെ വരണമെങ്കിൽ ദാറ്റ് ബ്രദർ വിൽ ബി ലെസ് ദാൻ 2 years of old. നമ്മൾ ഒരിക്കലും ആ ഒരു ലോജിക്കിലോട്ട് പോകില്ല. ലെസ് ദാൻ 2 years of old, അത് അങ്ങനെ ചിന്തിച്ചു. ഞാൻ സഹോദരനെ പറഞ്ഞിട്ടുള്ളൂ, സഹോദരന്റെ പ്രായത്തെ കുറിച്ച് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോ അല്ല, ഇതാണ് ഇങ്ങനെ ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നമ്മൾ നിങ്ങളൊക്കെ ചിന്തിച്ചപ്പോ ആ ഒരു ലോജിക്കിലോട്ട് പോയില്ല. അപ്പൊ അവര് നമ്മുടെ മുന്നിലേക്ക് ഒരു വിഷയം എടുത്തുള്ളത് അതിന്റെ കറക്റ്റ് ലോജിക്കിലേക്ക് പോകാൻ ഇയാൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ ആരെങ്കിലും വിചാരിച്ചു വെറുതെങ്കിലും തമാശക്കാരെങ്കിലും പറയുമെന്ന്, ഒന്നും അറിയാതെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കും എന്ന് പറയും എന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും ഒറ്റ ട്രാക്കിലാണ് പോയത്, ആരും പോലും ഒന്ന് ട്രാക്ക് മാറി ചിന്തിച്ചില്ല. യെസ്. അപ്പോ ഇതാണ് എന്റെ ആൻസർ, കറക്റ്റ് ആൻസർ അതാണ്. ശ്രീലക്ഷ്മി യെസ്. ശുഷ ഓക്കെ. ഇത് നിങ്ങൾ വേറെ എവിടെയും കൊണ്ട് ഇറക്കിക്കോ. യെസ്, ഓക്കെ 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 ഓക്കെ. സ്കോർ ചെയ്യാൻ പറ്റും. ശുഷ, നിങ്ങളത് ആരും വിളിച്ചിട്ട് വരാം, നിങ്ങളൊന്നും വിളിച്ചിട്ടൊന്നും റിയാക്ട് ചെയ്യാത്തതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഓക്കെ, ഇപ്പൊ വിളിച്ചിട്ട് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ ശുഷ. ഓക്കെ ഓക്കെ. ഒരു അമ്മ, ആ അമ്മ വീട്ടിൽ കയറി വരുമ്പോ അതിന്റെ മകൻ ചെറിയ വയസ്സുള്ള, എന്നാലും 1-2 വയസ്സുള്ള കുട്ടിയിരുന്ന് കുറച്ച് ആപ്പിള് കഴിക്കുകയാണ്. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അമ്മ വന്നതിന് ശേഷം മകനോട് പറയാണ്, അമ്മ മകനോട് പറയണം, മോനെ വാവേ തട്ടത് വാവേ അമ്മക്കൊരിടെന്താ എന്ന് പറയും. അപ്പൊ വേദന ഈ പുത്രൻ എന്ത് ചെയ്യുന്ന വെച്ചാല് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പിള് മുഴുവൻ അവിടെ അത് താഴെ വെച്ചിട്ട് എല്ലാ ആപ്പിളും കടിച്ചു വെച്ചു. അപ്പൊ നമുക്ക് അത് മനസ്സിലായി. അപ്പൊ നമുക്കത് മനസ്സിലായി ആ പയ്യന്റെ സ്വഭാവത്തെ കുറിച്ച്. നല്ല കുരുത്തക്കേട് കുസൃതിയാണ്. നല്ല കുസൃതിയാണ്. അമ്മയ്ക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായ, ആഗ്രഹമില്ലാന്ന് മനസ്സിലായ. ചെറുപ്പത്തിലെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയല്ലേ സാറേ? എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയല്ലേ? എന്ത് മനസ്സിലാക്കി? അപ്പൊ നമുക്ക് വിചാരിക്കില്ല അപ്പൊ കടിച്ചത് അമ്മ എടുക്കൂലെന്നറിയാം. അതുകൊണ്ടൊന്നും കടിച്ചു നോക്കിയതാണെങ്കിലോ, എല്ലാരും കടിച്ചു വെച്ചതാണെങ്കിലോ? അമ്മമാരെന്തായാലും മക്കള് കഴിച്ചത് കഴിക്കുമല്ലോ. ഓക്കെ 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 ഓക്കെ, റെഡി റെഡി. സജിതക്ക് എന്ത് തോന്നി? എന്തോ പറയാൻ പറഞ്ഞത് സജിത?
അവൻ എല്ലാ ആപ്പിളും അത് കഴിക്കണം എന്ന് വെച്ചിട്ടാണ് കടിച്ചു വെച്ചത്. ആരും എടുക്കല്ലെന്ന് വെച്ചിട്ട് കടിച്ചു വെച്ചതാണ്. ആ ഓക്കെ. അപ്പൊ സജിത ഒരു ലോജിക്കായ പ്രശ്നം മതി. എല്ലാ ആപ്പിളും അവര് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അവർ പിടിച്ചു വെച്ചതാണ്. ആരെടുക്കരുത് അത്. ഓക്കെ ഓക്കെ. ശിശു പറഞ്ഞ കറക്റ്റാണ്. മക്കള് കഴിച്ചാൽ അമ്മ കഴിക്കും, അത് ഓക്കെ. പക്ഷെ അവന്റെ ഇന്റൻഷൻ എന്തായിരുന്നു? എല്ലാം കടിച്ചു വെച്ചപ്പോ സജിത പറഞ്ഞ ഇന്റൻഷൻ ആയിരുന്നു. ഓക്കെ. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ആർക്കെങ്കിലും പറയാം. ഗുഡ് ടേസ്റ്റ് ചെക്ക്. എന്നിട്ട് നല്ലത് നോക്കി അമ്മക്ക് കൊടുക്കും. ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയും ആവാം. വെരി സ്റ്റെല്ലർ, ഐ അപ്രീഷിയേറ്റ് യു വെരി മച്ച്. അതിൽ നിന്ന് 3 എണ്ണം വായ്പകളൊക്കെ കടിച്ചു വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരെണ്ണം നല്ലത് നോക്കിയിട്ട് ഇത് ഇറ്റ് ഈസ് മോർ സ്വീറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് മോർ സ്വീറ്റ് എന്ന് പറയുന്നത് അതെടുത്ത് അമ്മയ്ക്ക് കൊടുത്താണെങ്കിലും യെസ്, അതൊരു ലോജിക്കലായ ചിന്തയാണ്. ഇത് ആരെങ്കിലും പറയുമോ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മെഡിസിനൽ ഐ അപ്രീഷിയേറ്റ് യു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സജിതക്ക് തോന്നുന്നുണ്ട് അല്ലേ അങ്ങനെയും സംഭവിക്കാം അല്ലേ? എല്ലാം കടിച്ചു നോക്കിയതിനു ശേഷം അവൻ ഇതെടുത്തോ അമ്മയെന്ന് പറഞ്ഞു ഒരെണ്ണം കൊടുക്കുമ്പോ അമ്മയ്ക്കോട് കൊച്ചിന് കൂടുതൽ ഏറ്റവും നല്ല നോക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലോജിക്ക് നമ്മൾ ചിന്തിക്കുക. എപ്പോഴും നമ്മൾ ഒരു ഒറ്റ ട്രാക്കിലൂടെ ചിന്തിക്കരുത്. ട്രാക്ക് മാറ്റിയിട്ട് ഒന്ന് പിടിച്ചു നോക്കാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് കുഴപ്പമില്ല. അപ്പൊ ഞാനിനി ഇത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ ആൾക്കാർ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു. യെസ്, ഓക്കെ. ഐ വിൽ ആസ്ക് യു വേറെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മളിത് നേരത്തെ ചോദിച്ചു നിർത്തിയപ്പോ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചായിരുന്നു. അതായത് ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ചായിരുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസറൊക്കെ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വേഗം ചോദിക്കാം. അപ്പൊ ആ ചോദ്യത്തിന്റെ ആൻസർ ആരംഭിക്കേണ്ടത് ആർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ലെറ്റർ ആർ. റെഡ് എന്ന് പറയുമ്പോൾ എഴുതുന്ന ആർ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ചോദ്യമാണ് ചോദിക്കേണ്ടത്. ആദ്യം പറയുന്ന ആൾക്ക് ആർ വെച്ചാണോ പറഞ്ഞത്? അതെ അതെ. അതായത് ആർ കൊട്ടുണ്ട്. അത് ജി ആർ ആക്കുക. ജി ആർ. ഓക്കെ, അത് ചോദിച്ചിട്ടില്ലല്ലോ. ഇല്ല. ജി ആർ ചോദിക്കാനോ? ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നു. ആ ചോദ്യം ചോദിക്കുമ്പോ ജി ആർ. ഓക്കെ ഓക്കെ. ശിക്ഷ ചോദിച്ചിരുന്നോ? ഇല്ല എന്ന് വിചാരിക്കുന്നു അല്ലെ? നിങ്ങൾ പറയണേ. ഓക്കെ ഓക്കെ. ആദ്യത്തെ അക്ഷരം ജി, രണ്ടാമത്തെ അക്ഷരം ആർ. ഇതാണ് ആ ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ്. ഓക്കെ ഓക്കെ. യെസ്, നമുക്ക് 12 മിനിറ്റ് ഉള്ളൂ. സ്പീഡിൽ പോകാം. ഓക്കെ 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 ഓക്കെ. ആദ്യം പറയുന്നവർക്കും ആദ്യം എഴുതുന്നവർക്കും ഞാൻ എഴുതുന്ന 2 പേർക്ക് തരാം. കാരണം എഴുതാനായിട്ട് ചിലപ്പോൾ ടൈപ്പ് ചെയ്യാൻ സമയം പിടിക്കുന്നതിന്റെ പേരിൽ 2 പേരെ നമുക്ക് പരിഗണിക്കാം. ഓക്കെ, യെസ്, ഓക്കെ 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 ഓക്കെ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എ ബ്ലാക്ക് സ്റ്റിക്ക് ഇൻസൈഡ് എ പെൻസിൽ. എ ബ്ലാക്ക് സ്റ്റിക്ക് ഇൻസൈഡ് എ പെൻസിൽ. A black stick inside a pencil. Anybody? Grey color. അല്ല, കളർ അല്ല, അതിന് പേര് പറയാൻ പറ്റും. ഗ്രിഡ് ആണോ? ഗ്രാഫൈറ്റ് അല്ലേ സാർ? ഗ്രാഫൈറ്റ്. ഓക്കെ ഓക്കെ. ആരെ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ? ശ്രീലക്ഷ്മിയാണോ അല്ലെങ്കിൽ ഐശ്വര്യാണ്? ഓക്കെ, ശ്രീലക്ഷ്മി, അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഗ്രാഫൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീലക്ഷ്മി, ഓക്കെ, അതാണ് കറക്റ്റ്. ഗ്രാഫൈറ്റ് ആണ്. യെസ്. അടുത്തത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. യുവർ പാരന്റ്സ് അപ്പോസ്ട്രോഫി ആണ്. പാരന്റ്സ്, പാരന്റ്. പാരന്റ്സ്, പാരന്റ്. ഗ്രാൻഡ് പാരന്റ്സ്. ഗ്രാൻഡ് പാരന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഐശ്വര്യാണ് ആദ്യം പറഞ്ഞത്. ഐശ്വര്യ കൊടുത്തിട്ടുണ്ട്. ആരും എഴുതിയില്ല. എഴുതിയതിൽ ശുഷ വന്നിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഐശ്വര്യ ആൻഡ് ശുഷ. Okay, 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 okay. Very good, very good. Next question. A building where, where you grow your plants, PLANTS. Ground ആണ്. Growth.
അല്ലെ, എ പ്ലേസ് വെയർ യു ഗ്രോ യുവർ പ്ലാന്റ്സ്. Ground floor. ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോർ അല്ല, വേറെ ഹൗസ് ഉണ്ട്, അതിന്റെ പേര് പറയും. ഹൗസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നഴ്സറിയിലൊക്കെ പോയപ്പോ കണ്ടിട്ടുണ്ട്. ഗാർഡൻ. ഗാർഡൻ. ഗാർഡൻ അല്ല, വേറെ പേരുണ്ട്. അതിനൊക്കെ വേണമെങ്കിൽ ഗാർഡൻ തരാം. ഗാർഡൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പറയാമോ? ഇതിന് പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയും. എന്തോ എന്താണ് സജിത? ഗ്രീൻ ഹൗസ്. നമ്മളെ ഒരു പച്ച ഓക്കെ ശിഷ, ഓക്കെ ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ടു കുക്ക് ഫുഡ് ഓൺ മെറ്റൽ ബാർ. Gas burner. അല്ലല്ലേ, കുക്ക് ഫുഡ് ഓൺ മെറ്റൽ ബാർ. ഗ്യാസ് പറയുമ്പോൾ GAI ഇല്ലേ റൂബി? GR ആണ് വേണ്ടത്. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ കുക്ക് ചെയ്തത്? ടു കുക്ക് ഫുഡ്. ഓക്കെ, മേരി സ്റ്റെല്ല കറക്റ്റ് ആൻസർ. എന്താണ് മേരി സ്റ്റെല്ല ആൻഡ് ശുഷ അല്ലേ? ഗ്രിൽ ചിക്കൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? മേരി സ്റ്റെല്ല ആൻഡ് ശുഷ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഓക്കെ, നോക്കിയേ, ടു കുക്ക് ഫുഡ്, ഭക്ഷണം പാകം ചെയ്യുക ഓൺ മെറ്റൽ ബാർ. ഒരു ഗ്രില്ല് പോലത്തെ സംഗതി വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിനെ ഗ്രിൽഡ് ചിക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് എ സ്മോൾ ബോംബ് ത്രോൺ ബൈ ഹാൻഡ്. എ സ്മോൾ ബോംബ് ത്രോൺ ബൈ ഹാൻഡ്. A small bomb thrown by hand. ഗ്രൗണ്ടിൽ. ഗ്രൗണ്ട് അല്ല, കൈകൊണ്ട് എറിയാവുന്ന ബോംബ്. A small bomb that can be thrown by hand. Grenade. Correct answer. Okay, Martin, very good, very good. Grenade and Shusha ടെക്നിക്കലായിട്ട് പിടിക്കാനുണ്ട്, കാരണം എഴുതിയാലൊരു പോയിന്റ് കിട്ടുന്നത് ശുഷക്കറിയാം. ഓക്കെ, ഗ്രനേഡ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. അടുത്ത ഞാനൊരു സെന്റൻസ് പറയും, അതിന്റെ ഈക്വലന്റ് ആയ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി, അർത്ഥമുള്ളത്. ടു ബിക്കം ബിഗർ, BIGGA. ടു ബിക്കം ബിഗർ. Grow. ഗ്രേറ്റ്. ഓക്കെ, റൂബി പറഞ്ഞ കറക്റ്റ് ആണ്, ഗ്രോ. കാരണം വലുതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരുക എന്നുള്ളതാണ്. അപ്പോ ഗ്രോ, GROW. ഓക്കെ ശിഷ, ഗ്രോ എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓപ്പോസിറ്റ് ഓഫ് ബ്രൈഡ്, BRIDE, ബ്രൈഡ്. ഗ്രൂ. ഓക്കെ, ഐശ്വര്യ ആൻഡ് ആതിര. ഓക്കെ, ആതിര ആൻഡ് ഐശ്വര്യക്ക് ഐശ്വര്യ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഓക്കെ. ഗ്രൂ ഇസ് എ കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത് യൂണിറ്റ് ഓഫ് വെയിറ്റ്, WEIGHT, Gram. അപ്പൊ റൂബി ഉണ്ട്, ശുഷയുണ്ട്. ഓക്കെ, റൂബി ആൻഡ് ശുഷ. ഓക്കെ, ഗ്രാം. വെരി ഗുഡ്. ഓക്കെ. അടുത്തത് എ കളർ ഇൻ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പറഞ്ഞതിലും എഴുതിയാലും മേരി സ്റ്റെല്ല ഉണ്ട്, ശുഷയുണ്ട്, പിന്നെ മുഷ്സിനുണ്ട്. മേരി സ്റ്റെല്ല, ശുഷ, ഓക്കെ. അത് ശരിയാണ്. നോക്കി, ഇൻ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇടയിൽ വരുന്നത് ഗ്രേ ആണ്. ഗ്രേ ഒന്നുകൂടി കളർ കൊടുത്ത ബ്ലാക്ക് ആയി, ഗ്രേയുടെ കളർ കുറച്ച അത് വൈറ്റ് ആയി. ഓക്കെ, വെരി ഗുഡ്. യെസ്. അടുത്തത് an insect, INSECT, an insect with long legs that hops, HOPS. grasshopper. ഓക്കെ ഐശ്വര്യ ആൻഡ് ശുഷ. ഓക്കെ. അപ്പൊ ഐശ്വര്യ കറക്റ്റ് ആണ്, ശുഷ കറക്റ്റ് ആണ്. ശുഷ എഴുതി പിടിക്കണം കേട്ടാ. യെസ്. പുൽച്ചാടി ശരിയാണ്. അതിന് നമുക്ക് പറയുന്നത് GR തുടങ്ങണമല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്കത് പറയാം, ഗ്രാസ് ഹോപ്പർ എന്ന് പറയാം. GR തുടങ്ങുമ്പോ ഗ്രാസ് ഹോപ്പർ. ഓക്കെ, നിങ്ങളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ട പ്രകടനമാണ്. ഓക്കെ. അടുത്ത വിച്ച് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ,
ചോദ്യം ഇതാണ്, എ പ്ലേസ് where dead people are buried. A place where dead people, D-E-A-D, dead people are buried. മരിച്ചവരെ സംസ്കരിക്കുന്ന സ്ഥലം. ശ്മശാനം. അതാണ്, പക്ഷെ ഇംഗ്ലീഷിൽ പറയൂ. ജീന് പാല് തുടങ്ങുന്നതാണ് ആ സ്ഥലത്തിന് പറയുന്ന ഒരു പേരുണ്ട്. കുഴിമാടം എന്നൊക്കെ അർത്ഥം വരുന്നൊരു വാക്കാണ്. യെസ്, ഇത് ഞാൻ പറഞ്ഞോട്ടെ. Burial അല്ലേ? Burial. അത് ആ രീതിക്ക് പറയുന്ന പേര്. ഓക്കെ ഓക്കെ, അത് ആ സ്ഥലത്തിന് പറഞ്ഞ മാറ്റണേ. ഗ്രേവിയാർഡ്. ഗ്രേവിയാർഡ്, വെരി ഗുഡ്. പേര് ഗ്രേവ് എന്ന് പറഞ്ഞാലും മതി. ഗ്രേവിയാർഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേവിയാർഡ്. അതാണ് ആ കുഴീനെ പറയുന്നത്, ഗ്രേവ് എന്നാണ്. GRAV. ഓക്കെ ഓക്കെ. അപ്പൊ നല്ല ടൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആൻസർ പറയുന്ന എപ്പോഴും മാറ്റണം. ഓക്കെ, കീപ് ഇറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഓക്കെ, ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതൊരു മത്സരമായിട്ട് കണക്കാക്കേണ്ട, ഒരു സൗഹൃദ മത്സരമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അപ്പൊ ഓക്കെ ഓക്കെ ശിക്ഷ. പറയൂ. ഇപ്പൊ പറഞ്ഞ വാക്ക് ഏതായിരുന്നു? സ്പെല്ലിംഗ് എന്ന് പറഞ്ഞത്? ഓക്കെ സാർ. ഗ്രേവിയാർഡ് പിന്നായിട്ട് പറഞ്ഞതാണ് മാറ്റി. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് മുഴ്സീനക്ക് ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീലക്ഷ്മിക്ക് ലഭിച്ചിട്ടുണ്ട് 1 പോയിന്റ്. മേരി സ്റ്റെല്ലക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. റൂബിക്കും 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. മാർട്ടിനും 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ആതിരക്കും 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഐശ്വര്യക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ശുഷക്ക് 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ശുഷ കറക്റ്റ് ആയിട്ട് എല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിയാൽ ഒരു പോയിന്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മനസ്സിലാവുന്നുണ്ട്, ചുമ്മാ ജസ്റ്റ് ഫോർ ഫൺ, നിങ്ങൾക്ക് അതൊന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചോദിച്ചിട്ട് മാത്രം. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നല്ലോ. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഓക്കെ, തിരിച്ചു നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൽ വെരി ഹാപ്പി. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ പറയാനായിട്ടുള്ള അവസരങ്ങൾ വരുമ്പോൾ മാറി നിൽക്കരുത്, പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് പിന്നീട് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ ഇന്നത്തെ പ്രകടനം നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടും കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ലോട്ട്. താങ്ക് യു സർ. ഓക്കെ ഓക്കെ താങ്ക് യു സർ. ഓക്കെ, ശരി.